ഈ നട്ടുച്ച സമയത്ത് കടുത്ത ചൂടിൽ നാഷണൽ ഹൈവേയിൽ മണ്ണുത്തി വഴി ഈ ചെറുപ്പക്കാരൻ സൈക്കിൾ ചവിട്ടി വരുന്നത് വ്യായാമത്തിൻ്റെയോ വിനോദത്തിൻ്റെയോ ഭാഗമായല്ല, മറിച്ച് ഭരണകൂട ഭീകരതയ്ക്കും വാഗ്ദാന ലംഘനത്തിനുമെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ തീജ്വാലയുമായിട്ടാണ്. അതും 10-100 കിലോമീറ്റർ അല്ല, 2820 കിലോമീറ്റർ ദൂരമാണ് സൈക്കിളിൽ ഈ 30 വയസ്സുകാരൻ 50 ദിവസം കൊണ്ട് താണ്ടാൻ ഉദ്ദേശിക്കുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് തൻ്റെ ജന്മനാടായ കൊല്ലത്തു നിന്നും ഇന്ത്യൻ പാർലമെന്റ് ലക്ഷ്യമാക്കി നടത്തുന്ന ഈ സൈക്കിൾ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലവർധനവ് സമ്മാനിച്ചപ്പോഴും, തൊഴിലില്ലായ്മയിൽ രാജ്യത്തെ യുവതയാകെ നട്ടം തിരിയുമ്പോഴും, വർഗീയ വിഷം രാജ്യത്താകെ വിതച്ച് വോട്ടാക്കി മാറ്റുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് തികച്ചും വ്യത്യസ്തമായ ഈ സൈക്കിൾ സമരവുമായി ഈ ചെറുപ്പക്കാരൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ യാത്ര അവസാനിക്കുമ്പോൾ കടുത്ത വേനലിലും മഞ്ഞിലും മാസങ്ങളായി രാജ്യത്തെ കർഷകർ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിനുള്ള ഐക്യദാർഢ്യം കൂടിയായി മാറുമെന്നും റാഫി പറഞ്ഞു. ഒരു ദിവസം ചുരുങ്ങിയത് 50 കിലോമീറ്ററെങ്കിലും റാഫി ഈ യാത്രയിൽ സൈക്കിൾ ചവിട്ടും. പാർട്ടി ഓഫീസുകളിൽ അന്തിയുറങ്ങിയും വിശ്രമിച്ചും മുന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്ന ഈ യാത്രയുടെ ആദ്യ ദിനം ആലപ്പുഴയിലും, 2-ാം ദിനം എറണാകുളത്തും, 3-ാം ദിനം തൃശ്ശൂരിലുമായിരുന്നു അവസാനിപ്പിച്ചത്. തൃശ്ശൂരിൽ നിന്നും സഹപ്രവർത്തകൻ വിഷ്ണു സമാന ചിന്താഗതിയുമായി ഒപ്പം ഡൽഹിയിലേക്ക് കൂടെയുണ്ടാകും. സൻസദ് യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ യാത്രയിൽ പാർട്ടി പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും നൽകിയ പിന്തുണ മറക്കാൻ കഴിയില്ലെന്നും ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞെന്നും റാഫി സ്മരിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സ്നേഹനിർഭരമായ സ്വീകരണം നൽകുന്നത് ഹൃദയത്തിലേറ്റുവാങ്ങി റാഫി കടന്നു വരുമ്പോൾ ഒപ്പം ചേരാൻ ഒട്ടേറെ പേർ താല്പര്യം കാട്ടുന്നതായും ഇയാൾ പറഞ്ഞു. ഭരണകൂടത്തോടുള്ള പ്രതിഷേധം അറിയിക്കുവാനുള്ള ഈ യാത്രയിൽ ഭക്ഷണവും വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ നൽകി ഈ ചെറുപ്പക്കാരന് നൽകി നിരവധി ആൾക്കാർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്ത ഈ യാത്ര കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നാണ് ഡൽഹിയിലെത്തുന്നത്. ഒരു മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയായ റാഫി താമസിക്കാൻ ടെൻ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങളുമായാണ് ഈ യാത്ര നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ റാഫിയുടെ ഈ യാത്രയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണയാണ് പാതയോരങ്ങളിൽ ലഭിക്കുന്നത്. ഭരണകൂട ധ്വംസനത്തിനെതിരെ, അടിച്ചമർത്തലുകൾക്കെതിരെ ഒരു വാക്കുപോലും പ്രതിഷേധിക്കാനാകാതെ കണ്ണും പൂട്ടി കാതും പൂട്ടി മൗനം പാലിക്കുന്ന യുവതലമുറ റാഫിയെ കണ്ടുപിടിക്കണം. മഴയും ചൂടും മഞ്ഞും അവഗണിച്ച് ഈ ചെറുപ്പക്കാരൻ സൈക്കിൾ ചവിട്ടി കടന്നു പോകുന്നത് പാർലമെന്റിലേക്ക് മാത്രമല്ല, ഇന്ത്യൻ യുവതയുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ്.